ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന സഹോദരനെ, ഗുരുദർശനത്തിന്റെ 11-ാം ദിവസ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ധന്യൻ മാർ യുവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിതാവ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ വിശുദ്ധ കുർബാന പൂജാവന്ദനയും ആരാധനയും എന്ന 8-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കാനും ധ്യാനിക്കാനും പരിശ്രമിക്കുന്നത്. നാം ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ സക്രാരിൽ എഴുന്നള്ളിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ നാം കണ്ടിട്ടുണ്ട്. ഇന്ന് പല ദേവാലയത്തോടും ചേർന്ന് നിത്യാരാധന ചാപ്പലുകളുണ്ട്. ഏത് സമയം അടുത്ത സന്നിധിയിലായിരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന 2 ചിന്തകളാണ്. ഒന്ന്, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുമിശിഹ പൂർണ്ണ ദൈവവും മനുഷ്യനുമായിട്ടാണോ എഴുന്നള്ളിയിരിക്കുന്നത്? 2, വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതും വന്ദിക്കുന്നതും വിഗ്രഹാരാധനയാണോ? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പിതാവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. യേശുമിശിഹ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു. മനുഷ്യർക്ക് വേണ്ടി തൻ്റെ സ്നേഹത്തെ പ്രതി പെസഹ തിരുനാളിന്റെ രാത്രി അപ്പവും മീനും തൻ്റെ ശരീരവും രക്തവുമാക്കി തൻ്റെ സ്ലീഹന്മാർക്ക് നൽകി. തൻ്റെ ദൈവത്വം എവിടെയുണ്ടോ അവിടെ മനുഷ്യത്വമുണ്ട്. മനുഷ്യത്വം എവിടെയുണ്ടോ അവിടെ ദൈവത്വമുണ്ട്. രണ്ടാമതായി, ഈ അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതും വന്ദിക്കുന്നതും വിഗ്രഹാരാധനയാണോ എന്ന ചോദ്യത്തിന് പിതാവ് തന്നെ നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. പിതാവിന്റെ ദർശനത്തിൽ വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതും വന്ദിക്കുന്നതും വിഗ്രഹാരാധനയല്ല, അത് ദൈവത്തിന് ഏറ്റവും ചേർന്നതും സ്വീകാര്യവുമായ ദേവാരാധനയാകുന്നു എന്നാണ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ധ്യാനചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറയ്ക്കട്ടെ. വിശുദ്ധ സക്രാരിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നമ്മൾ ആരാധിക്കാനും താഴ്മയോടെ അവിടുത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.